ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ വേറെ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? കുറേ പ്രശ്നങ്ങൾ പല ആളുകൾക്കും ഉണ്ട്. ഇത് കോഴിക്കോട് ഇതിന്റെ മുന്നേ ഒരാൾ മരത്തിന്റെ മുകളിൽ കെട്ടി തൂങ്ങാനൊക്കെ നോക്കി, അന്ന് ഫയർഫോഴ്സ് ഒക്കെ വന്നതാണ്. പിന്നെ അതുപോലെ ഒരുപാട് ആളുകളുണ്ട്. ഇതിനൊരു ഗ്രൂപ്പ് ഉണ്ട്, പക്ഷെ എല്ലാവർക്കും പേടിയാണ്. കാരണം വെച്ചാൽ നമ്മളെ കൂടെ തന്നെ നിന്നിട്ട് കമ്പനിക്ക് നമ്മളുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ പേടിപ്പിച്ച് കമ്പനി അങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേടിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ പൊതുവെ എല്ലാവർക്കും ഇതിന്റെ മാർക്കറ്റ് ഇടിയോ, കാരണം ഈ വണ്ടി സെക്കൻഡ്സ് വിൽക്കണമെങ്കിൽ ഇതിന്റെ കംപ്ലൈന്റ് ആരും പറയില്ല. ഇതിന്റെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ എല്ലാവർക്കും പേടി, ഈ സാധനം നാളെ വിൽക്കണമെങ്കിൽ ഈ കംപ്ലൈന്റ് പറഞ്ഞാൽ വിറ്റ് പോകില്ലല്ലോ, റീസെയിൽ വാല്യൂ കുറയും. ആ ഒരു കാരണം കൊണ്ട് ആരും ഈ പ്രശ്നങ്ങൾ പുറത്ത് വിടുന്നില്ല. അതല്ലാണ്ട് വേറൊരു വ്യക്തി കൊണ്ട് പൂക്കോട് മലപ്പുറം ഷോറൂമിന്റെ മുന്നിൽ ഒരു തൂക്കുകയറിട്ട് ഇരുന്ന ഒരു വ്യക്തി, രണ്ടാൾ തൂങ്ങി മരിക്കാൻ പോയി. പിന്നെ വേറെ ഒരുപാടുണ്ട്. അതിന്റെ തെളിവ് നമ്മളെ കയ്യിലില്ല. ഇതിപ്പോ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്ന ഫോട്ടോസാണ്. അത് ഞങ്ങൾക്ക് വേണമെങ്കിൽ തരാം. ഇവർക്കൊരു ഗ്രൂപ്പ് ഉണ്ട്. ഈ ഗ്രൂപ്പിൽ ഈ പ്രശ്നങ്ങൾ ഈ ഗ്രൂപ്പിൽ മാത്രം പരിഹരിച്ച് പോവുക, പുറത്തേക്ക് ഈ സാധനങ്ങൾ എത്തൂല. അപ്പൊ ഉണ്ടേ തന്നെ ഇവരത് ഒതുക്കുക, പൈസ കൊടുത്തിട്ടും മാത്രം ഭീഷണിയാണ്. പല എനിക്ക് തന്നെ വധഭീഷണിയുണ്ട്. ഇന്നലെ തന്നെ ഗ്രൂപ്പിൽ വീട്ടിൽ വേറെ വെട്ടിക്കൊല്ലുന്ന പറഞ്ഞു. ഞാനിത് പൊളിക്കാൻ നിന്ന വണ്ടി, സത്യം പറഞ്ഞാൽ ഞാൻ പൊളിക്കാൻ നിന്ന. കാരണം അത്രയും ഗതി കെട്ടി ഈ വണ്ടി കാരണം വേറൊരു പണിക്ക്, അതായത് ഇതിന്റെ ലോണും തീർക്കണം, വേറൊരു പണിക്ക് പോകേണ്ട അവസ്ഥ. അപ്പോൾ സജാസ് നമസ്കാരം. നമസ്കാരം. ഇത് സജാസ് നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ സംഭവം എന്താ വെച്ചാൽ നമ്മളിപ്പം ചെലപ്പുറം അല്ലേ, കോഴിക്കോട് ചെലപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഇന്നലെ ഫാമിലി ആയിട്ട് പോകുന്ന വഴിക്ക് ഇത് കണ്ടില്ലേ, സ്ഥലം കണ്ടില്ലേ നിങ്ങൾ, ഇവിടെ കുടുങ്ങിപ്പോയതാണ്. ഇന്ന് തന്നെ വിളിച്ചതാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അതായത് മോൺട്രേൻ്റെ വണ്ടിയാണ്, നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ ഈ വണ്ടി എടുത്തിട്ട് എത്രയായി? ഞാൻ കറക്റ്റ് പറയുകയാണെങ്കിൽ 2024 ജൂൺ 26 ഈ രജിസ്ട്രേഷൻ നടന്നത്. ഓക്കെ. എത്ര കിലോമീറ്റർ ഓടിയിട്ടോ? ഞാൻ 46,000 സംതിങ് ഓടിക്കും, 46 സംതിങ് ഓടിക്കും എന്തായാലും. ഏകദേശം എത്ര കിലോമീറ്റർ ആയപ്പോൾ ഇതിന്റെ പ്രശ്നം തുടങ്ങിയത്? കിലോമീറ്ററിന്റെ പ്രശ്നമല്ല, ഇത് ഇവരെ ഈ സർവീസ് സെന്ററിൽ കൊടുത്തതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങൾ വന്നത്. ഈ സർവീസിന്റെ അപാകത, അത് പണി അറിയാത്തവർ തൊട്ടിട്ടുള്ള പ്രശ്നങ്ങളത്. അപ്പൊ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഒന്ന് പറയാൻ പറ്റുമോ? നല്ല സർവീസും കാര്യമാണെങ്കിൽ വണ്ടി കുഴപ്പങ്ങളില്ല. പക്ഷേ ഈ സർവീസ് സംബന്ധമായിട്ടാണ് ഈ വണ്ടിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. വണ്ടികളാണ് കംപ്ലൈന്റ് ആണ്, സ്വാഭാവികമാണ്. പക്ഷെ ഞാനിപ്പോ ഈ വണ്ടി എടുത്തിട്ട് 1 വർഷവും 11 മാസം കയ്യാറായി. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു നല്ല പെർഫോമൻസ് ആണ്. 1 വർഷവും 10-11 മാസം 10 മാസത്തോളം വലിയ കുഴപ്പങ്ങളും ഇല്ല. ചെറിയൊരു കംപ്ലൈന്റ്, ബ്രേക്ക് സ്വിച്ചിന്റെ ഒരു കംപ്ലൈന്റ് വന്നു എനിക്ക്. ബ്രേക്ക് സ്വിച്ച് കംപ്ലൈന്റ് വന്ന സമയത്ത് നമ്മൾ സർവീസ് സെന്ററിൽ പോയി. പൂക്കോട്, ഇവിടെ കോഴിക്കോട് ഓൾറെഡി സർവീസ് സെന്റർ വളരെ മോശമായിട്ട്, ഇപ്പോൾ സർവീസ് സെന്റർ പൂട്ടിപ്പോയി, സിയോപ്പാറുണ്ട്. കാരണം അതിന്റെ ഫുൾ പ്രശ്നങ്ങളായിട്ട് പൂട്ടിപ്പോയി. അപ്പം പൂക്കോട്ടിൽ ഞാൻ പൂക്കോട്ടിൽ അവിടെ എന്തോ മാനേജ്മെന്റ് പ്രശ്നം, എന്തോ ഫുള്ള് ചേഞ്ച് ആക്കി വരും, ഫുൾ സ്റ്റാഫുകളെ വെച്ച്. അപ്പൊ ഞാൻ ഈ ബ്രേക്ക് സ്വിച്ച് ആയി കംപ്ലൈന്റ് ആയി പോയ സമയത്ത് അവിടെ പുതിയൊരു സ്റ്റാഫുകളെ വന്ന് അവർ റിപ്പയർ മിസ്റ്റേക്ക് കൊണ്ട് ഇവരെ കമ്പനി ഈ ബജാജിന്റെ സ്വിച്ചുള്ളൂ. കാരണം ഈ മോണ്ടറിന്റെ സ്പെയർ ഇവർക്ക് കിട്ടാനില്ല, ബജാജിന്റെ സ്വിച്ചാണ് ഇതിന് വെക്കുന്നത്. അങ്ങനെ ഇത് കൊണ്ടുകൊടുത്ത സമയത്ത് ഇവർ മാറ്റി ഓക്കെ എന്നൊക്കെ പറഞ്ഞ് തന്ന്. പിന്നെ ഞാൻ കോഴിക്കോടേക്ക് വരുന്ന വഴിക്ക് ഏകദേശം കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വണ്ടി ആക്സിഡന്റ് കൊടുത്തു. ഇത് സെൻസറാണല്ലോ, ചവിട്ടി നിൽക്കുമ്പോൾ ഇങ്ങനെ പോകുന്ന ഇടക്ക് എത്ര കൊടുത്താലും അതിന് ഞാൻ കൊടുത്തതിനേക്കാൾ വലിയ കംപ്ലൈന്റ് വന്നു തുടങ്ങി. അങ്ങനെ ഞാൻ അവരോ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ കുറച്ച് ദിവസം ഓടിക്ക്, നമുക്ക് ശരിയാക്കാം. അങ്ങനെ ഓടിച്ച് 3-4 ദിവസം കൊണ്ട് വണ്ടി നിന്നപ്പോൾ ലാസ്റ്റ് ഞാൻ ആകെ ഇവരെ വിളിച്ച്, അങ്ങനെ ഇവർ വീഡിയോ കോളിൽ പറഞ്ഞ് 2 സ്പാനർ അടിക്കി, നിങ്ങൾ സ്പെയറൊക്കെ അടിക്കി, ഞങ്ങൾ ശരിയാക്കി തരാറുണ്ട്. വീഡിയോ കോൾ ചെയ്തിട്ട് ഇതിൻ്റെ സ്വിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കി തന്നു. അഡ്ജസ്റ്റ് ചെയ്ത് 4ാമത്തെ ദിവസം ഇന്ന് നമ്മളെ സ്കൈലൈൻ എരണിപ്പാലം അവിടെ ഒരു വില്ല് പോയി വരുന്ന വഴിക്ക് പെട്ടെന്ന് വണ്ടി ഷട്ട് ഡൗൺ ആയി. മൊത്തം ഡിസ്പ്ലേ വരെ മൊത്തം പോയി. അങ്ങനെ ബാക്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് നോബി പറഞ്ഞു, ഞങ്ങൾക്ക് അറിയാൻ നോബിക്കാണ് ഈ വണ്ടിയെ പറ്റി കുറച്ചൊക്കെ ഇലക്ട്രോണിക്സ് അറിയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ വലിയ പിടുത്തല്ല. അങ്ങനെ അവൻ വന്ന് കമ്പനീൻ്റെ ആളെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ബാക്കിൽ സ്വിച്ചൊക്കെ ഊരി നിങ്ങൾ ഫീസ് നോക്കിയൊക്കെ പറഞ്ഞു. ഇവിടെയൊക്കെ ചെക്ക് ചെയ്ത് ഫീസ് ഒന്നും പോകല്ല. ബാക്കിൽ ഒരു 40ന്റെ ഫീസ് ഉണ്ട്, അത് പോയിക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ തൽക്കാലത്ത് കമ്പി കെട്ടുമ്പോൾ പിന്നെയും പോവുക. അപ്പോൾ അവർ പറഞ്ഞു ഇനി നിങ്ങൾ നോക്കണ്ട, ഇനി ചെക്ക് ചെയ്യണ്ട, അതിൻ്റെ എന്തോ പോയതാണ്, നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരാൻ. അങ്ങനെ ഞങ്ങൾ പൂക്കോട്ടിലേക്ക് പൊലച്ചക്ക് കെട്ടി വലിച്ചിട്ട് അവിടെ കൊണ്ടിട്ടത് 3 ആഴ്ച കമ്പനി കിടന്ന്. 3 ആഴ്ച അവർക്ക് വലിപ്പിച്ചത് എന്താ വെച്ചാൽ ഇതിൻ്റെ അണ്ടർആംസ് എന്തോ വയറിംഗ് കിറ്റ് ഇല്ല, കിറ്റ് പോയതാണ്. അങ്ങനെയാണ് സംഭവം. പിന്നെ അവർ പറഞ്ഞു കിറ്റ് പോയതല്ല, വേറെ ബാക്കിൽ എന്തോ ഒരു TC എന്തോ ഒരു സംഭവം MC എന്തോ പോയതാന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ മാറ്റിയെന്നാണ്. അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ വണ്ടി എടുക്കാൻ ചെല്ലിയെന്നാണ്. വണ്ടി എടുക്കാൻ പോണ ദിവസം അന്ന് ഇതേമാതിരി ഈ വൈപ്പറിൻ്റെ മുകളിലായി സ്വിച്ചൊക്കെ വെച്ചിട്ട് ഇവർ ഫിറ്റ് ചെയ്യുക. എന്നിട്ട് അവർ പറഞ്ഞു എന്തോ വോൾട്ട് ശരിയാവുന്നില്ല പറഞ്ഞിട്ട് തന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ബൈക്ക് കുടുങ്ങൊന്നുമില്ല, നിങ്ങൾ ദൈവത്തില്ല. അങ്ങനെ രാത്രി എത്താൻ നേരത്ത് ഇവിടെ ലൈറ്റ് ഇടുമ്പോൾ വണ്ടി ഓഫ് ആകാൻ തുടങ്ങി. അങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു ബാറ്ററി വീക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തരുമ്പോൾ നല്ല ബാറ്ററി, അവിടുന്ന് ഈ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ബാറ്ററി, അപ്പോൾ ഞാൻ കുഴപ്പമില്ല, ഓടുമ്പോൾ റണ്ണിങ് ശരിയായിക്കോളും. ഇവിടെ എത്തിയപ്പോൾ വണ്ടി പിറ്റേന്ന് മൊത്തം ഡൗണായി. അങ്ങനെ ഞാൻ പറഞ്ഞ അവരൊന്ന് ബാറ്ററി വീക്കായതാണ്, ഓക്സിഡേറ്ററി ബാറ്ററി. ഞാൻ പറഞ്ഞു ഞാൻ തരുമ്പോൾ നല്ലൊരു സാധനം. കാരണം ഞങ്ങൾ വണ്ടി നിന്ന സമയത്ത് ഞാനും നോബി എൻ്റെ സുഹൃത്തും കൂടി എരണിപ്പാലം എക്സൈഡിൻ്റെ ബാറ്ററി ഷോപ്പ് കൊണ്ട് ഞങ്ങൾ ബാറ്ററി ചെക്ക് ചെയ്തപ്പം 12-13 വോൾട്ട്
ഉണ്ട്. ഞങ്ങൾക്ക് തരുമ്പോൾ 4 വോൾട്ട് അങ്ങനെ നിൽക്കുന്ന സാധനം അവർ എനിക്ക് കാണിച്ചു. അപ്പോൾ ഞാൻ റണ്ണിങ് ശരിയാവുന്നതാണ്. ഇവിടെ എത്തിയപ്പോൾ പിറ്റേന്ന് മൊത്തം ഡെഡായി. ബാറ്ററി ഷോപ്പ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് ഡെഡായി കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടൂല, ഡെഡായി കൊണ്ട് തന്നെ ഇപ്പോൾ. അങ്ങനെ ഞാനത് എന്ത് ചെയ്ത് അവരറിയിച്ചു. അവരോട് ഞങ്ങൾ തരില്ല അങ്ങനെയാണെങ്കിൽ. അപ്പോൾ നോക്കുമ്പോൾ പിന്നെ അതിലും വലിയ കോമൺ വെച്ചാൽ ഞാൻ വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മളൊരു വണ്ടി സർവീസ് സെൻ്ററിൽ ഫ്രണ്ട് കയറ്റുമ്പോൾ ആരും ഫ്രണ്ടിൽ ഇങ്ങനെ മൊത്തം റൗണ്ട് ചെയ്തതാണ്. വീട്ടിലെത്തിയപ്പോൾ ഇതിൻ്റെ ബമ്പർ ഇല്ല, ഫിറ്റ് ചെയ്യാണ്ടാണ് അവരെനിക്ക് വണ്ടി തന്നത്. അപ്പോൾ സർവീസ് സെൻ്റർ അപ്പോൾ ഞാൻ അവരോ പറഞ്ഞു നിങ്ങൾ എന്ത് പണി ചെയ്തത്, കാരണം ഞാൻ വീട്ടിലേക്ക് കയറുമ്പോൾ എൻ്റെ വൈഫും അമ്മയും പറയുന്നത് ഈ സാധനം ഇവിടെ ഇല്ല, ഈ സാധനം ഇതെന്താ ഇങ്ങനെ കൊണ്ടുവന്നത്. പിന്നെ അപ്പോൾ ഞാൻ അവരെ വിളിച്ചാൽ അവർ മറന്നു പോയതാണ് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ കുഴപ്പമില്ല, നിങ്ങൾ വണ്ടി നിന്ന് ഡെഡായിക്കിന് നിങ്ങൾ എന്താ ചെയ്തോളൂ, നന്നായിക്കോളി പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ബാറ്ററി തരില്ല, ഞങ്ങൾ ഉത്തരവാദിത്തമല്ല അത്, ബാറ്ററി കമ്പനി തരുമ്പോഴുള്ള ബാറ്ററി ഉള്ളൂ. ഞാൻ പറഞ്ഞു ഞാൻ തരുമ്പോൾ നല്ലൊരു സാധനമല്ലേ, എനിക്ക് അതേമാതിരി തിരിച്ചു കയറേണ്ട കടമ നിങ്ങൾക്കുണ്ടോ, അത് ഞങ്ങൾക്ക് അറിയില്ല പറഞ്ഞു. അങ്ങനെ ഞാൻ കമ്പനിയുടെ സ്റ്റാഫിനെ അശ്വിനെ പീറ്ററിനൊക്കെ ഒരു ഇതെല്ലാവരും അറിയിച്ച്. പക്ഷെ ഇവർക്കൊന്നും യാതൊരു ഉത്തരവാദിത്വം ഒരു റെസ്പോൺസും ഇവർക്കില്ല. അവർ പറഞ്ഞു നിങ്ങൾ മെയിൽ അയച്ചോളി. മെയിൽ അയച്ചിട്ട് ഏതെങ്കിലും നിങ്ങൾ ഉദാഹരണമായി ഈ ഇത്രയും 4 ദിവസത്തിൻ്റെ വണ്ടിക്ക് ഒരു വണ്ടിക്ക് നല്ലൊരു ഹോൺ വരെ തരാൻ പറ്റുന്ന കമ്പനി, ഒരു ഒച്ചല്ലാത്തൊരു വണ്ടി, അത് ഒരു നല്ലൊരു ഹോൺ 150 രൂപേൻ്റെ ഹോൺ വരെ ഇതിന് നല്ല പോലെയല്ല. കാരണം സകല ആൾക്കാരും ഹോൺ പൈസക്ക് സ്വന്തം എടുത്ത് പോയി വാങ്ങാം. കാരണം ഈ ഹോണ് 2 ദിവസം ഉണ്ടാവുള്ളൂ, മഴ പെയ്താൽ ഈ സാധനം വർക്കില്ല. ഇതിൻ്റെ അവസ്ഥ അങ്ങനെ. പിന്നെ തുരുമ്പ് എന്ന് പറഞ്ഞാൽ പാഞ്ഞ് കയറും. നിങ്ങൾ നോക്കിയാൽ മതി, ഈ പുതിയ ഇറങ്ങിയ ഒരു മാസമായ വണ്ടി നിങ്ങൾ നോക്കിയാണ്ട് ബോഡി പറഞ്ഞ മെറ്റൽ അത്രയും ക്വാളിറ്റി കുറഞ്ഞ സാധനം. വണ്ടി നമ്മുടെ മൈലേജ് നല്ല മൈലേജാണ്. പക്ഷേ അങ്ങനെ ഈ കംപ്ലൈൻറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ കമ്പനി കൊടുത്ത് ലാസ്റ്റ് അവർ പറഞ്ഞ് ബാറ്ററി മാറ്റി തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരൊരു സുഹൃത്ത് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇഞ്ച പൈസ ഉണ്ട്, നിങ്ങൾ ബാറ്ററി ഷോപ്പിൽ ഓക്സൈഡ് ബാറ്ററി, അങ്ങനെ അവർ ഓക്സൈഡ് ബാറ്ററി മാറ്റി തന്ന് അങ്ങനെ ഞാൻ പറഞ്ഞ കമ്പനി കൊണ്ടിടി ഞങ്ങൾ ഫുൾ സെറ്റാക്കി തരാം. ഞാൻ പറഞ്ഞു ഓക്കെ. അതിൻ്റെ മുന്നേ ഒരുപാട് അവർ കച്ചറ ഉണ്ടാക്കി. ഞാൻ ഫ്ലക്സ് വെച്ച് ഓടുന്നവരെ പറഞ്ഞതാണ്. ഞാനിത് പൊളിക്കാൻ നിന്ന വണ്ടി, സത്യം പറഞ്ഞാൽ ഞാൻ പൊളിക്കാൻ നിന്ന, കാരണം അത്രയും ഗതി കെട്ടി ഈ വണ്ടി കാരണം വേറൊരു പണിക്ക്, അതായത് ഇതിൻ്റെ ലോണും തീർക്കണം വേറൊരു പണിക്ക് പോകേണ്ട അവസ്ഥ. അപ്പോൾ അങ്ങനെ ഗതി കെട്ട സമയത്ത് അവിടെ കൊടുത്തു. അവർ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കുറച്ചൊന്നും ഇവിടെ ഇല്ല, ഞാൻ വേറെ പണിക്ക് പോയതാ, ഡ്രൈവറിൽ പോയതേ ടാക്സിയിൽ. അങ്ങനെ ഇപ്പം ഞാൻ 10-12 ദിവസം ഇവിടെ ഉണ്ടാവില്ല, കാരണം അങ്ങനത്തെ അവസ്ഥ. സ്കൂൾ തുറക്കാണ്, പെരുന്നാളാണ്, അപ്പം ചിലവ് മുട്ടിയിട്ട് ഞാൻ വേറെ പണിക്ക് ഇറങ്ങി. അങ്ങനെ ഞാൻ 14 ദിവസം കഴിഞ്ഞ് പോയ സമയത്ത് അന്ന് ഞാൻ പോണ ദിവസമാണ് ഇവർ ഈ ബമ്പറും ഈ ബാക്കിയുള്ള കാര്യങ്ങളും ഫിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾ ഇത്രയും ദിവസമായിട്ട് ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്, നിങ്ങളൊന്ന് വണ്ടി മൊത്തം ചെക്ക് ചെയ്തേ, ഇത്രയും ദിവസം അവിടെ വെച്ചെന്ന് നിങ്ങളൊന്ന് മൊത്തം ബാറ്ററി കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ. അവരുടെ കുഴപ്പമില്ല, വൈക്കലൊന്നും നിൽക്കില്ല, ധൈര്യത്തിൽ ഈ എവിടെ നിന്നാലും ഞങ്ങൾ വന്ന് എടുത്തുകൊണ്ട് പോയിക്കോളും, ഈ അവിടെ ഇട്ടാൽ മതി, ഞങ്ങൾ നോക്കിക്കോളും. അങ്ങനെ കഴിഞ്ഞ ശനിയാഴ്ച 3 ദിവസം വണ്ടി എടുത്തിട്ട് ഇന്നലെ ഞാൻ ഈ വണ്ടി ഇവിടെ ആ കിടത്തം കിടക്കുക. കാരണം ഇത് ഞാൻ മാത്രമല്ല, ഒരുപാട് ആളുകൾ ഈ വണ്ടി, സത്യം പറഞ്ഞാൽ ഈ വണ്ടി ഞങ്ങൾ 4 ലക്ഷം സംതിങ് എടുത്ത, 4, 10, 4, 5 അങ്ങനെ കറക്റ്റ് ഓർമ്മല്ല. ഈ ഇത്രയും പൈസ എടുത്തിട്ട് കമ്പനിക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. നമ്മളൊരു സാധനം വിറ്റ് കഴിഞ്ഞാൽ ഞാൻ കമ്പനിൻ്റെ സ്റ്റാഫ് അശ്വിനൊക്കെ വിളിക്കുമ്പോൾ ഈ സ്റ്റാഫ് ഞാൻ റെക്കോർഡ് വെച്ചെങ്കിൽ ഫുൾ ഇങ്ങോട്ട് ചൂടാവുക. നമ്മളങ്ങോട്ട് കാര്യം പറയുമ്പോൾ നമ്മളോട് ചൂടാവുക ഇവർ. അവിടെ പീറ്റർ എന്ന സ്റ്റാഫുണ്ട്, ഇവരെ സെയിൽസില്ലേ, ഇവനെ വിളിച്ചാൽ ഇവനെ ഒരു കാര്യം ഒന്ന് വിളിച്ചാൽ വരുമ്പോൾ ഫോൺ, നിങ്ങൾക്ക് എപ്പം വിളിച്ച് കാണിച്ചാൽ വിളിച്ചാൽ വരെ ജമ്മത്ത് ഫോൺ എടുക്കില്ല. കാരണം ഇവർക്ക് യാതൊരു ഉത്തരവാദിത്തം. എനിക്ക് പറഞ്ഞാൽ ഈ വണ്ടി ഇനി ആരും എടുക്കരുത്. കാരണം ഇവർ പറഞ്ഞാൽ മഹാ തട്ടിപ്പാണ്. അതായത് ഒരു മനുഷ്യൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റില്ല ഇവർക്ക്. കാരണം ഇവർക്ക് എങ്ങനെയായാലും ഇവരെ കാര്യങ്ങൾ വലുതുള്ളൂ. നമ്മളിതില്ല എങ്ങനെ ലോൺ അടിക്കുന്നുണ്ടോ, നമ്മൾ ജീവിക്കുന്നുണ്ടോ, അതൊന്നും ഇവർക്ക് അറിയണ്ട. സത്യം വെച്ചാൽ ഇത് എടുത്ത് ആരും ഇനി പെടരുതോ ഇന്നത്തെ അഭിപ്രായം പറയാനുള്ളൂ. കാരണം ഇത് പുറത്ത് എവിടെയും നന്നാക്കാൻ കൊടുക്കാനും പറ്റൂല. കാരണം നമ്മളെ അവസ്ഥ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചൂടായി, നമ്മളിപ്പോൾ ഏതൊരു മാനസികാവസ്ഥയിൽ ഇപ്പോൾ ചൂടായി പറയും, പിന്നെ അത് കിട്ടിട്ട് നമുക്ക് എട്ടിൻ്റെ പണി ഇങ്ങനെ തിന്നുകൊണ്ട് പോകും. അപ്പം നമ്മളൊരു സാധനമായി കംപ്ലൈൻറ്റ് നമ്മൾ അതിൻ്റെ പ്രശ്നം പരിഹരിച്ചില്ല സ്വാഭാവികമായിട്ട് പറയും. ഏതൊരു മനുഷ്യനും പ്രഷറും ഇതുണ്ടാവും. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പണികളാണ്. നിങ്ങൾക്ക് നോക്കിയാൽ ഇതിപ്പോൾ പുതിയ മാറ്റിയിട്ടാണ് ഈ വയറ് വരെ ഇത് ഞാൻ പറഞ്ഞ ഈ 14 ദിവസം മുന്നേ വെക്കുന്ന സമയത്ത് ഇത് നിങ്ങൾ നേരെ ഫിറ്റ് ചെയ്ത് കുറേ ഇത് ബെൻഡായി പൊട്ടും. ബ്രേക്ക് ഓയിലിൻ്റെതാണ്. ഇത് വരെ ഒരു മാറ്റില്ല. അതുപോലെ ഇതിന്റെ അടിയിലെ വയറൊക്കെ വലിച്ചു വരട്ടവർ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അടിയിൽ. അതായത് ഈ തീരെ ഒരു അശ്രദ്ധ എന്ന് പറയുന്നത്, ശ്രദ്ധ ഇല്ലാത്തൊരു ടീംസ് തന്നെ. ആദ്യം ഇവർ 1 വർഷം 10 മാസം മുന്നേ നല്ല ടീംസ് ഇവരത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ പറഞ്ഞാൽ വളരെ കോഴിക്കോടുള്ള ഇപ്പോൾ പണ്ടത്തെ, അതായത് ഈ വണ്ടി ഇറക്കിയ സിയോപ്പർ ഡീലർ ഓൾറെഡി പൂട്ടിപ്പോയി. ഈ പുതിയ പൂക്കോട്ടുള്ള ടീമാണ് ഇപ്പം ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയത്. ഇവരും ഇത് തന്നെ സെയിം അവസ്ഥ തന്നെ. അപ്പോൾ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ വേറെ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? കുറേ പ്രശ്നങ്ങൾ പല ആളുകൾക്കും ഉണ്ട്. ഇത് കോഴിക്കോട് ഇതിന്റെ മുന്നേ ഒരാൾ മരത്തിന്റെ മുകളിൽ കെട്ടി തൂങ്ങാനൊക്കെ നോക്കി, അന്ന് ഫയർഫോഴ്സ് ഒക്കെ വന്നതാണ്. പിന്നെ അതുപോലെ ഒരുപാട് ആളുകളുണ്ട്. ഇതിനൊരു ഗ്രൂപ്പ് ഉണ്ട്, പക്ഷെ എല്ലാവർക്കും പേടിയാണ്. കാരണം വെച്ചാൽ നമ്മളെ കൂടെ തന്നെ
നിന്നിട്ട് കമ്പനിക്ക് നമ്മളുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ പേടിപ്പിച്ച് കമ്പനി അങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേടിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ പൊതുവെ എല്ലാവർക്കും ഇതിന്റെ മാർക്കറ്റ് ഇടിയോ, കാരണം ഈ വണ്ടി സെക്കൻഡ്സ് വിൽക്കണമെങ്കിൽ ഇതിന്റെ കംപ്ലൈന്റ് ആരും പറയില്ല. ഇതിന്റെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ എല്ലാവർക്കും പേടി, ഈ സാധനം നാളെ വിൽക്കണമെങ്കിൽ ഈ കംപ്ലൈന്റ് പറഞ്ഞാൽ വിറ്റ് പോകില്ലല്ലോ, റീസെയിൽ വാല്യൂ കുറയും. ആ ഒരു കാരണം കൊണ്ട് ആരും ഈ പ്രശ്നങ്ങൾ പുറത്ത് വിടുന്നില്ല. അതേപോലെ നിങ്ങൾ നേരത്തെ പറഞ്ഞില്ല ഒരാൾ തൂങ്ങി ചാവാൻ പോയി എന്ന് പറഞ്ഞില്ല, അതെന്താ കാരണം എന്താ ശരിക്കും? അത് വണ്ടി ഒരു മാസം 2 ആഴ്ച കറക്റ്റ് ഡീറ്റെയിലും കഴിയില്ല, അങ്ങനെ കംപ്ലൈന്റ് ആയിട്ട് ലോൺ അടിക്കാൻ പറ്റായിട്ട് അദ്ദേഹം മരത്തിന്റെ മുകളിൽ, കമ്പനിന്റെ മുന്നിൽ ഒരു മരമുണ്ട്, ആ മരത്തിന്റെ മുകളിൽ കേട്ട് തൂങ്ങി ചാവാൻ പോയി. അങ്ങനെ വണ്ടീന്റെ കംപ്ലൈന്റ് ആയിട്ട് അത് പരിഹരിക്കുന്നില്ല, കൊടുക്കുന്നില്ല. പിന്നെ അങ്ങനെ പോലീസൊക്കെ വന്ന് ഫയർഫോഴ്സ് ഒക്കെ വന്നിട്ടാണ് അദ്ദേഹത്തെ ഇറക്കുന്നത്. എന്നിട്ടാണ് ഈ വണ്ടി പരിഹരിച്ചെങ്കിൽ പിന്നെ ഞാൻ പിന്നെ അന്വേഷിച്ചില്ല, കംപ്ലൈന്റ് റെഡി ആയി കൊടുത്തതുകൊണ്ട്. എവിടെ? കോഴിക്കോട് തന്നെ? കോഴിക്കോട് തന്നെ. കേസൊക്കെ ഉണ്ടാവോ? അയാളെ ജീവിതം 10-15 ദിവസമായില്ല. വണ്ടി ഓടിക്കാൻ കഴിയാതെ ലോണും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പേരില്ല അത്ര ടോപ്പിൽ. പെട്രോളും ഉണ്ട്, കഴിയുമ്പോൾ തീപ്പെട്ടിയും ഉണ്ട്. ഇത് സ്ഥിരം പരിപാടിയാണ്, ഇത് സ്ഥിരമാണ് ഇവിടെ. ഇവര് മലയാളിക്ക് വണ്ടി നന്നാക്കി കൊടുക്കൂല. അതല്ലാണ്ട് വേറൊരു വ്യക്തിയുണ്ട്, പൂക്കോട്ട് മലപ്പുറം ഷോറൂമിന്റെ മുന്നിൽ ഒരു തൂക്കുകയറിട്ട് ഇരുന്ന ഒരു വ്യക്തി. അപ്പൊ 2 ആൾ തൂങ്ങി മരിക്കാൻ പോയി. 2 ആൾ തൂങ്ങി. പിന്നെ വേറെ ഒരുപാടുണ്ട്, അതിന്റെ തെളിവ് നമ്മളെ കയ്യിലില്ല. ഇതിപ്പോ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്ന ഫോട്ടോസാണ്, അത് ഞങ്ങൾക്ക് വേണമെങ്കിൽ തരാം. ഇത്രയും അബദ്ധമാണ് ഇവരല്ലേ? ഇത്രയും ഒരു എന്താ പറയാ, ശരിക്കും വഞ്ചിക്കാണ്. അപ്പൊ ജനങ്ങൾ പിന്നെ എന്തുകൊണ്ടൊന്നും മനസ്സിലാക്കുന്നില്ല, ആൾക്കാർ ഇതൊന്നും അറിയുന്നില്ല, ഈ ന്യൂസ് അറിയുന്നില്ല. ഇത് പുറത്തേക്ക്, അതായത് ഇവർക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഈ ഗ്രൂപ്പിൽ ഈ പ്രശ്നങ്ങൾ ഈ ഗ്രൂപ്പിൽ മാത്രം പരിഹരിച്ച് പോവുക, പുറത്തേക്ക് ഈ സാധനങ്ങൾ എത്തൂല. അപ്പൊ ഉണ്ടേ തന്നെ ഇവരത് ഒതുക്കുക, പൈസ കൊടുത്തിട്ടും മാത്രം ഭീഷണിയാണ് പല. എനിക്ക് തന്നെ വധഭീഷണിയുണ്ട്. ഇന്നലെ തന്നെ ഗ്രൂപ്പിൽ വീട്ടിൽ വേറെ വെട്ടിക്കൊല്ലുന്ന പറഞ്ഞു. ഇനിയിപ്പോ ഞാൻ ഈ വീഡിയോ ഇട്ടതിന്റെ പേരിൽ ചിലപ്പം എനിക്ക് ഭീഷണി ഉണ്ടാവുമായിരിക്കും അല്ലേ? അങ്ങനെ ഉണ്ടാവുകയാണെങ്കിലേ അവരോട് മെനക്കിട്ട് എന്റെ വീട്ടിലേക്ക് വരണ്ടെന്ന് പറയാം, ഞാൻ അങ്ങോട്ട് ചെല്ലാന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഇതാണ് ഒരു മോണ്ടർ എടുത്ത ഒരു കസ്റ്റമറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പൊ നിങ്ങൾ തന്നെ തീരുമാനിക്കുക, ഈ വണ്ടി ഇനി വാങ്ങിക്കണോ വേണ്ടേ എന്നുള്ളത്. അപ്പൊ നിലവിലുള്ള കസ്റ്റമേഴ്സിന്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം പുള്ളി പറഞ്ഞല്ലോ